ചൊവ്വാഴ്ച യുഎയിലെ പ്രവാസികളുടെയും പൗരന്മാരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് വന്ന മുന്നറിയിപ്പ് സന്ദേശം ഒരു സാധാരണ അലാറം മാത്രമല്ലായിരുന്നു. പശ്ചിമേഷ്യയിലെ സമാധാനം എത്രത്തോളം അപകടാവസ്ഥയിലാണെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളാണെന്ന് പേരെടുത്ത ദുബായിലും അബുദാബിയിലും മുഴങ്ങിയ ഈ അലർട്ട് മാസങ്ങൾ നീണ്ട ഭയപ്പാടുകൾക്കൊടുവിൽ ലഭിച്ച ചെറിയൊരു സമാധാനത്തിന്റെ ഇടവേള അവസാനിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകിയത് എന്ന ആശങ്കയാണ് ഉണർത്തുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ അഥവാ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അവസാനിച്ചതോടെ ഗൾഫ് മേഖല വീണ്ടും പൂർണ്ണമായ യുദ്ധഭീതിയുടെ നിഴലിലായിരിക്കുകയാണ്. ഒരു വശത്ത് യുഎയിലേക്ക് ഇറാനിൽ നിന്നും തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളും മറുവശത്ത് ഇറാനുമായുള്ള സകല വ്യാപാര ബന്ധങ്ങളും പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടുള്ള യുഎയുടെ തിരിച്ചടിയും മേഖലയെ കൂടുതൽ കലുഷിതവും പ്രവചനാതീതവുമാക്കുന്നു. ഇറാനിൽ നിന്ന് യുഎയെ ലക്ഷ്യമാക്കി വിക്ഷേപിച്ച 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ പുതിയ പ്രകോപനങ്ങളുടെയും നയതന്ത്ര പ്രതിസന്ധിയുടെയും നേരിട്ടുള്ള കാരണമായിരിക്കുന്നത്. യുഎഇ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണ പ്രകാരം ഈ മേഖലയിലെ സമുദ്ര ഗതാഗതത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം ആസൂത്രണം ചെയ്യപ്പെട്ടത്. ഇതിൽ ഒരു മിസൈൽ യുഎഇയുടെ സമുദ്രമേഖലയ്ക്ക് പുറത്തും രണ്ടാമത്തേത് രാജ്യത്തിന്റെ ജലാതിർത്തിക്കുള്ളിലുമാണ് പതിച്ചത്. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള യുഎഇ തങ്ങളുടെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് വളരെ വ്യക്തമാക്കി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സൈനിക പ്രകോപനത്തിന് കേവലം ഒരു സൈനിക മറുപടിക്ക് പകരം ശക്തമായ സാമ്പത്തിക ഉപരോധത്തിലൂടെയാണ് യുഎഇ മറുപടി നൽകിയത് എന്നത് ശ്രദ്ധേയമാണ്. വിദേശകാര്യ മന്ത്രാലയത്തിലെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ അഫ്ര അൽ ഹമേലി നടത്തിയ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ വാണിജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു. ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര പ്രവർത്തനങ്ങളും വാണിജ്യ ഇടപാടുകളും സാമ്പത്തിക വിനിമയങ്ങളും യുഎഇ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ US ഇറാൻ കരാർ നിലവിൽ വന്നതിനു ശേഷം സാവധാനം പുനരുജ്ജീവിച്ചു കൊണ്ടുവന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾക്കാണ് ഇതോടെ പെട്ടെന്ന് തിരശ്ശീല വീണത്. ദുബായിലെ സാമ്പത്തിക മേഖലകളിലേക്ക് ഇറാനിയൻ ബാങ്കർമാർ തിരിച്ചെത്തുകയും ഏകദേശം 20,000-ഓളം ഇറാനിയൻ പ്രവാസികൾക്ക് യുഎയിലേക്ക് മടങ്ങിവരാൻ അനുമതി ലഭിക്കുകയും ചെയ്ത ഒരു അനുകൂല സാഹചര്യം നിലനിന്നിരുന്നു. എന്നാൽ മിസൈൽ ആക്രമണത്തോടെ ഈ നയതന്ത്ര സാമ്പത്തിക മുന്നേറ്റങ്ങളെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതായിരിക്കുകയാണ്. അതേസമയം മിസൈൽ ആക്രമണം നടത്തിയിട്ടില്ലെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി യുഎഇയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും അടിസ്ഥാനരഹിതമായ ഇത്തരം പ്രസ്താവനകൾ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം തകർക്കാനേ ഉപകരിക്കൂ എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രാദേശിക സംഘർഷങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നത് അമേരിക്കൻ നിലപാടുകളും പ്രസ്താവനകളുമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വാണിജ്യ പാതയായ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള അധികാര തർക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ യഥാർത്ഥ കേന്ദ്രബിന്ദു. ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഈ കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസിനെ അമേരിക്കയുടെ പുതിയ പ്രദേശമായി ചിത്രീകരിക്കുന്ന ഒരു വിവാദ ഭൂപടം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് വലിയ പ്രകോപനങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇറാൻ കടുത്ത സൈനിക നീക്കങ്ങളിലേക്ക് കടന്നത്. ട്രംപിന്റെ അവകാശവാദങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ അപലപിച്ച ഇറാനിയൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി ട്രംപിനെ മിഥ്യാധാരണകൾ വെച്ചു പുലർത്തുന്ന വ്യക്തിയെന്ന് വിശേഷിപ്പിക്കുകയും ഇറാൻ ഈ ധാരണകൾ തിരുത്തി കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ നിരന്തരം ഭീഷണി ഉയർത്തുന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ഒന്നാകെ പിടിച്ചു കുലുക്കാൻ പോകുന്നതാണ്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇതിന്റെ തെളിവാണ്. മിസൈൽ ഭീഷണിയെ തുടർന്ന് ദുബായിലെ ജബലലി പോർട്ട് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിൽ വലിയ തോതിലുള്ള ആശങ്കയാണ് പടർന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖവും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക വൻകരകളെ ബന്ധിപ്പിക്കുന്ന ആഗോള വ്യാപാരത്തിന്റെ പ്രധാന ഹബ്ബുമാണ് ജബലലി. ജബലലിയിൽ മിസൈൽ പതിച്ചുവെന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് വിപണിയിലും ജനങ്ങൾക്കിടയിലും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് കർശനമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സമുദ്രമാർഗമുള്ള ചരക്ക് നീക്കത്തെ ലക്ഷ്യമിട്ടിട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ വാണിജ്യ മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതിനു മുമ്പ് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്തും സമാനമായ രീതിയിൽ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങളുടെ അവശിഷ്ടങ്ങൾ വീണത് ജബലലി തുറമുഖത്തിന്റെ പ്രവർത്തനം സുരക്ഷാ കാരണങ്ങളാൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇത്തരമൊരു സാഹചര്യം വീണ്ടും ഉണ്ടായാൽ അത് യുഎഇയുടെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല ആഗോള വിതരണ ശൃംഖലയെയും ഇന്ധന വിലയെയും നേരിട്ട് ബാധിക്കും. യുഎഇയും ഇറാനും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല പശ്ചിമേഷ്യ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. മേഖലയിലാകെ അസ്ഥിരത പടർത്തുന്ന നിരവധി ഘടകങ്ങൾ ഒരേ സമയം സജീവമായിരിക്കുകയാണ്. സൗദി അറേബ്യയ്ക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. ഇതിനു പുറമെ കുവൈറ്റിനെതിരെ ഇറാൻ അതിർത്തിയിലൂടെ കരയുദ്ധം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന തരത്തിലുള്ള ചർച്ചകളും റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര നയതന്ത്ര തലങ്ങളിൽ സജീവമാണ്. ഗൾഫ് രാജ്യങ്ങളെ ഒന്നാകെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ബൃഹത്തായ സൈനിക തന്ത്രമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്.
കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെ US-ഉം ഇസ്രയേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ച സമയത്ത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാഷ്ട്രങ്ങളെയാണ് ഇറാൻ പ്രധാനമായും ലക്ഷ്യമിട്ടത്. 3000-ഓളം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെയാണ് അന്ന് UAE-ക്ക് നേരെ മാത്രം ഉണ്ടായത്. ജൂണിലെ വെടിനിർത്തൽ കരാർ നൽകിയ ആശ്വാസം പൂർണ്ണമായും ഇല്ലാതാകുമ്പോൾ പഴയതിലും ഭയാനകമായ ഒരു സംഘർഷത്തിലേക്കാണോ പശ്ചിമേഷ്യൻ നീങ്ങുന്നത് എന്ന സംശയമാണ് ബാക്കിയാകുന്നത്. ഗൾഫിലെ ഈ യുദ്ധസമാനമായ സാഹചര്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവിടെ ഉപജീവനം കണ്ടെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളെയാണ്, പ്രത്യേകിച്ച് മലയാളികളെ. ദീർഘകാലത്തെ പ്രയത്നം കൊണ്ട് കെട്ടിപ്പടുത്ത ജീവിതങ്ങളും വ്യവസായങ്ങളും ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുമോ എന്ന ഭയം ഓരോ പ്രവാസിയുടെയും ഉള്ളിലുണ്ട്. ചൊവ്വാഴ്ച മൊബൈൽ ഫോണുകളിൽ മുഴങ്ങിയ അടിയന്തര സന്ദേശം പലരിലും ഫെബ്രുവരിയിലെ യുദ്ധകാലത്തെ ഭയാനകമായ ഓർമ്മകളാണ് ഉണർത്തിയത്. സാമ്പത്തിക മേഖലയിലെ അസ്ഥിരത ബിസിനസ്സുകളെയും തൊഴിൽ മേഖലയെയും കാര്യമായി ബാധിച്ചേക്കാം. UAE ഇറാനുമായുള്ള സകല സാമ്പത്തിക ഇടപാടുകളും നിർത്തിവെച്ചത് ദുബായിലെ ബാങ്കിംഗ്, ട്രേഡിംഗ്, ലോജിസ്റ്റിക്സ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നാട്ടിലെ കുടുംബങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആദിയും ഗൾഫിലെ തങ്ങളുടെ ജീവനും സ്വത്തിനും മേലുള്ള ഭീഷണിയും പ്രവാസികളെ വലിയ മാനസിക സമ്മർദ്ദത്തിലുമാക്കുന്നുണ്ട്. എങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ച വലിയ ചരിത്രമുള്ള UAE-യുടെ ഭരണ നേതൃത്വത്തിലും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങളിലുള്ള ഉറച്ച വിശ്വാസവുമാണ് പ്രവാസികൾക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ട് പോകാനുള്ള ആശ്വാസം നൽകുന്നത്. പശ്ചിമേഷ്യ ഇപ്പോൾ നിൽക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും അപകടകരവുമായ ഒരു വഴിത്തിരിവിലാണ്. അമേരിക്കയുടെ അതിരുവിട്ട അവകാശവാദങ്ങളും ഇറാന്റെ നിരന്തരമുള്ള പ്രകോപനങ്ങളും സമ്പൂർണ്ണ ഉപരോധത്തിലൂടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിരോധവും ചേരുമ്പോൾ രൂപപ്പെടുന്നത് അങ്ങേയറ്റം സ്ഫോടനാത്മകമായ ഒരു കാലാവസ്ഥയാണ്. കേവലം കുറച്ച് മിസൈലുകളുടെയോ സൈനിക ശക്തിയുടെയോ മാത്രം പ്രശ്നമല്ല ഇത്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെയും എണ്ണ വിതരണ ശൃംഖലയുടെയും ലോക സമാധാനത്തിന്റെയും നിലനിൽപ്പ് കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നയതന്ത്ര തലത്തിലുള്ള അടിയന്തര ഇടപെടലുകളിലൂടെ എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ഈ പുതിയ യുദ്ധഭീതി ലോകത്തെ മുഴുവൻ ഗ്രസിക്കുന്ന ഒരു വലിയ വിപത്തായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല. ശാക്തിക ചേരികളുടെ പോരാട്ടങ്ങൾക്കിടയിൽ സാധാരണക്കാരുടെ സമാധാനം ഇനിയും ബലി കഴിക്കപ്പെടാതിരിക്കാൻ ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ ഇടപെടൽ അനിവാര്യമായ ഒരു സമയമാണിത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.